ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻസിലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് മെഷീനാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ AC മെഷീനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെഷീനാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ട്രാൻസ്ഫോമറും നമ്മുടെ ഇൻഡക്ഷൻ മെഷീനുകളും നമ്മൾ വ്യക്തമായി നമ്മൾ കാര്യങ്ങളെല്ലാം നോക്കിയതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ളത് നമ്മളെ പറഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത് സിങ്ക്രണസ് മെഷീനാണ്. ഓക്കെ, അപ്പോൾ സിങ്ക്രണസ് മെഷീനും അതിൻ്റെ കാര്യങ്ങളുമാണ് നമ്മൾ ഇനി മുതൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് മെയിനായിട്ട് ഇതിൻ്റെ വ്യത്യാസം നമ്മൾ അറിയണം, അല്ല നമ്മൾ ബാക്കിയുള്ള മെഷീനുകളും നമ്മുടെ സിങ്ക്രണസ് മെഷീനുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അപ്പോൾ അതിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൈപ്പ് ഓഫ് മെഷീൻസ് എൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ സിങ്ക്രണസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ട് കാര്യങ്ങൾ സിങ്ക്രണസ് ഒരുപോലെ ആയിട്ട് പോകുന്നു, അല്ലേ? നമ്മൾ മെഷീൻസ് പഠിക്കുമ്പോൾ നമ്മൾ AC മെഷീനിൽ തന്നെ നമ്മൾ ട്രാൻസ്ഫോമർ പഠിച്ചു, അതവിടെ നിൽക്കട്ടെ. അതിന് പകരമായിട്ട് നമ്മൾ പഠിച്ച രണ്ട് മെഷീനുകളാണ്, ഒന്ന് അസിങ്ക്രണസ് മെഷീനുകളും പിന്നെ നമ്മൾ പറഞ്ഞു അടുത്ത ക്ലാസിഫിക്കേഷനാണ് സിങ്ക്രണസ് മെഷീൻസ്, അല്ലേ? ഈ അസിങ്ക്രണസ് മെഷീനിൽ പഠിച്ചതാണ് സിങ്ക്രണസ് സ്പീഡിൽ കറങ്ങാത്ത സാധനം, അതായത് നമ്മളുടെ ഇൻഡക്ഷൻ മെഷീനുകളാണ് അത്, ശരിയല്ലേ? ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ സിങ്ക്രണസ് ഒരേ സ്പീഡിൽ നമ്മൾ അത് പറയുവാണെങ്കിൽ നമ്മൾ സ്റ്റേറ്ററും നമ്മളുടെ റോട്ടറും ഒരേ സ്പീഡിൽ കറങ്ങണം. വേറാസ് നമ്മുടെ ഇൻഡക്ഷൻ മെഷീനിലെ പ്രത്യേകത എന്തായിരുന്നു? ഇൻഡക്ഷൻ മോട്ടറിലെ പ്രത്യേകത ദേ ആർ നോട്ട് റണ്ണിങ് ഇൻ ദെയർ, അതായത് ഇവിടുത്തെ സ്റ്റേറ്റർ സ്പീഡും റോട്ടർ സ്പീഡും ഈക്വൽ അല്ല. ഇറ്റ് ഈസ് ഹാവിങ് എ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അല്ലേ? എന്തായിരുന്നു അത്? NR ഈസ് ലെസ് ദാൻ NS, ശരിയല്ലേ? വേറെ യുവർ സിങ്ക്രണസ് മെഷീനിൽ യുവർ NR വിൽ ബി ഈക്വൽ ടു NS. ഓക്കെ, അവിടെ ഈ NR എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റർ സ്പീഡിനെക്കാട്ടിയും കുറച്ച് കുറവായിരിക്കും. ഇവിടെ എന്തായിരിക്കും? അത് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രൈമറി ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഇത് സിങ്ക്രണസ് സ്പീഡിലേക്ക് കറങ്ങുന്നത് എന്നുള്ളത്. നമ്മളുടെ ഇൻഡക്ഷൻ മെഷീൻ്റെ ക്ലാസ്സുകൾ കേട്ടവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇൻഡക്ഷൻ മെഷീനിൽ നമ്മൾ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ NR ലെസ് ദാൻ NS ആവുന്നതെന്നും അവിടെ എന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് സ്ലിപ്പിൻ്റെ എഫക്റ്റ് വരുന്നത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് പിന്നെ നമ്മൾ പുതിയൊരു കൺസെപ്റ്റായ RMF എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞതാണ്, അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് സിങ്ക്രണസ് മെഷീൻ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിട്ട് ഈ ക്ലാസ് കേൾക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവുക. അതുകൊണ്ട് ഇൻഡക്ഷൻ മെഷീൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക, അതിൻ്റെ കൂടെ ഇത് കേട്ടതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും സിങ്ക്രണസ് മെഷീൻ എന്തൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സിങ്ക്രണസ് മെഷീൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സിങ്ക്രണസ് മെഷീനെ നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വി ക്യാൻ ക്ലാസിഫൈ, അതായത് നമ്മൾ ജനറേറ്ററുകൾ ഉണ്ടല്ലോ, നമ്മളെ ജനറേറ്ററുകളുടെ ക്ലാസിഫിക്കേഷൻ വെച്ച് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജനറേറ്റേഴ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ രണ്ടായി തിരിക്കാം. ഏതൊക്കെയായി തിരിക്കാം? ഒന്ന് നമ്മുടെ AC ജനറേറ്ററുകളും അതുപോലെ നമ്മളുടെ DC ജനറേറ്ററുകൾ രണ്ടായി തിരിക്കുക. അതായത് നമ്മൾ AC ജനറേറ്ററുകളിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സൈനസോയിഡൽ വേവ് ജനറേഷനാണ്, അല്ലേ? പക്ഷേ DC ആണെങ്കിൽ എന്താ? നോൺ സൈനസോയിഡൽ വേവ് ജനറേഷൻ. ഓക്കെ, ഈ AC ജനറേറ്ററിൻ്റെ രണ്ട് ടൈപ്പുകളാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്ന ആരൊക്കെ? സിങ്ക്രണസ് ജനറേറ്ററും അതുപോലെ അസിങ്ക്രണസ് ജനറേറ്ററും. ക്ലിയർ? അതായത് ഈ സിങ്ക്രണസ് ജനറേറ്ററിൻ്റെ ഒരു പേരുണ്ട്. ആക്ച്വലി സിങ്ക്രണസ് ജനറേറ്റർ നിങ്ങൾ ചില സ്ഥലത്ത് കാണും, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റർ. ഓക്കെ, അസിങ്ക്രണസ് ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഇൻഡക്ഷൻ ജനറേറ്റർ. ഓക്കെ, നമ്മൾ ജനറേറ്റർ അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ പഠിക്കാറില്ല, അല്ലേ? നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കാര്യങ്ങളാണ് കൂടുതലും പഠിക്കാറ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താണ് സിങ്ക്രണസ് അസിങ്ക്രണസ് നമ്മൾ വ്യത്യാസം നമുക്ക് നോക്കാം. അതിന് മുന്നേ തന്നെ പഠിക്കുക, ഈ സിങ്ക്രണസ് അല്ലെങ്കിൽ നമ്മുടെ ഓൾട്ടർനേറ്റർ നമ്മൾ കോമൺലി നമുക്ക് രണ്ട് തരത്തിലാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പൊതുവേ ഇത് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഞാൻ പറയാം. ഒന്നാമത്തത് റൊട്ടേറ്റിംഗ് ആർമേച്ചർ സ്റ്റേഷനറി ഫീൽഡ്, അതുപോലെ സ്റ്റേഷനറി ആർമേച്ചർ. നിങ്ങൾ പറഞ്ഞാൽ ഇതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ മതി. ഓക്കെ, സ്റ്റേഷനറി ആർമേച്ചർ നമ്മളുടെ റൊട്ടേറ്റിംഗ് ഫീൽഡ്.
ഓക്കെ, ഇതിൽ ഏത് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് അല്ല ഏത് ടൈപ്പാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ള പോയിന്റാണ് ഓർക്കേണ്ടത്. അതായത് നമ്മുടെ ഓൾട്ടർനേറ്ററിൻ്റെ കേസിൽ നമ്മൾ എങ്ങനത്തെ ക്ലാസ് വെച്ചാൽ സ്റ്റേഷനറി ആയിരിക്കും നമ്മളുടെ ആർമേച്ചർ, അറ്റ് ദ സെയിം ടൈം ഫീൽഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഓൾട്ടർനേറ്ററിൻ്റെ കേസുകളിൽ ഇനി നിങ്ങളിത് ഓർത്താൽ മതി, ഓൾട്ടർനേറ്ററിൻ്റെ കേസിൽ നമ്മളുടെ ആർമേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, സ്റ്റേഷനറി ആർമേച്ചറും അറ്റ് ദ സെയിം ടൈം റൊട്ടേറ്റിംഗ് ഫീൽഡുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്ന് ഓർക്കും. അപ്പോൾ ഇങ്ങനെ സ്റ്റേഷനറി ആർമേച്ചർ റൊട്ടേറ്റിംഗ് ഫീൽഡും ആവുന്നത് കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജും കാര്യങ്ങളുണ്ട്, നമ്മൾ വരുന്ന ക്ലാസ്സിൽ പറയും. ഇപ്പോൾ ആലോചിച്ച് വെക്കുക, ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഈ സിങ്ക്രണസിൻ്റെയും അസിങ്ക്രണസിൻ്റെയും ഒരു ചെറിയ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സിങ്ക്രണസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് അറ്റ് ഏതായിരിക്കും, NS-ലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക അല്ലേ. സിമിലർലി ഇതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ റൊട്ടേറ്റ്സ് അറ്റ് എന്തായിരിക്കും, അസിങ്ക്രണസ് സ്പീഡ് അല്ല, സിങ്ക്രണസ് സ്പീഡ് അല്ല. സിമിലർലി ഈ സിങ്ക്രണസ് മെഷീനുകളൊക്കെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവെൻഷണൽ പവർ സ്റ്റേഷനുകളിലാണ് കേട്ടോ. ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അതൊരു പോയിന്റ് പോലെ, ചെറിയ പോയിന്റ് പോലെ നോട്ട് ചെയ്ത് വെച്ചാൽ അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ബട്ട് കോമൺലി നമ്മൾ പറയുന്നത് അത് നമ്മളെ കൺവെൻഷണൽ പവർ സ്റ്റേഷനുകളിലാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൺവെൻഷണൽ പവർ സ്റ്റേഷൻ എന്തായിരിക്കും, നോൺ കൺവെൻഷണൽ പവർ സ്റ്റേഷനിലാണ് യൂസ് ചെയ്യുന്നത്. കൺവെൻഷണൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയുന്നത്, നോൺ റിന്യൂവബിൾ എന്ന് പറയാം. ഓക്കെ, ഇവിടെ എന്താണ് നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ റിന്യൂവബിൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, ഇത് ചിലപ്പോൾ യൂസ്ഫുൾ ആവും, അല്ലെങ്കിൽ ജസ്റ്റ് കേട്ട് വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് ഉള്ളത്. അതായത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ഈ സിങ്ക്രണസ് മെഷീനിൽ തന്നെ 2 ഉണ്ട്. അതൊക്കെ ഒന്ന് സിങ്ക്രണസ് ജനറേറ്ററും നമ്മൾ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ പഠിക്കാനുള്ള സിങ്ക്രണസ് മോട്ടർ. ഓക്കെ, 2 പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ സിങ്ക്രണസ് ജനറേറ്ററിൻ്റെ വേറെ പേരാണ് എന്ത്, ഓൾട്ടർനേറ്റർ. ഓക്കെ, അപ്പോൾ വി ആർ ഗോയിങ് ടു അവർ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് അതർ ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മോട്ടർ, വൈ ദിസ് മോട്ടർ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ കാരണം പറയുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ മോട്ടർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ സിങ്ക്രണസ് മെഷീനുകൾ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ഇതിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മോട്ടർ അല്ലെങ്കിൽ ഈ സിങ്ക്രണസ് ജനറേറ്ററുകൾ, പൊതുവെ സിങ്ക്രണസ് മെഷീനുകൾ നമ്മൾ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് മുന്നിൽ വയ്ക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. നമ്മൾ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആപ്ലിക്കേഷൻസിലാണ് ഇത് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം എന്ത്, വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഫസ്റ്റ് പോയിൻ്റായിട്ട് എഴുതാം നമുക്ക് സ്പീഡ് എന്താണ്, ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ സ്പീഡ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ വേരിയേഷനൊന്നും ഇല്ലാത്ത കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇത് നമ്മൾ എന്തിനാണ് ഈ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കുക, ചില വൈ ഫ്രീക്വൻസി ഈസ് കോൺസ്റ്റൻ്റ് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ എല്ലാ നെറ്റ്വർക്കിലും മൊത്തം നെറ്റ്വർക്കിൽ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടാവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരു വലിയൊരു നെറ്റ്വർക്കാണല്ലോ നമ്മുടെ പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ പാരലൽ ഓപ്പറേഷന് വേണ്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, പാരലൽ ഓപ്പറേഷന് വേണ്ടി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആവുന്ന ആപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളൊരു പോയിന്റ് എന്താ വെച്ചാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് എവിടെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ പവർ പ്ലാൻസ് നമ്മൾ പറഞ്ഞു അല്ലേ, കൺവെൻഷണൽ പവർ പ്ലാന്റ്സിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇതിലെ കൂടുതൽ ലോഡുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ലോഡ്സ് ആർ ഇൻഡക്റ്റീവ് ലോഡുകളാണ് ഉണ്ടാവുക ആൻഡ് ഇറ്റ് അബ്സോർബ്സ് ക്യൂ. ഓക്കെ, റിയാക്റ്റീവ് പവർ എന്ത് ചെയ്യും, ഇത് അബ്സോർബ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് പോയിന്റ് പോലെ കേട്ടാൽ മതി. പിന്നെ
വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താ വെച്ചാൽ നമ്മളുടെ സിങ്കണസ് ജനറേറ്ററുകൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിനാണ് ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇറ്റ് ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ ജനറേറ്റ് ബോത്ത് റിയൽ പവർ ആൻഡ് റിയാക്റ്റീവ് പവർ. അതാണ് ഒരു പ്രോപ്പർട്ടി. ഓക്കെ, റിയൽ പവറും റിയാക്റ്റീവ് പവറും ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ടൈപ്പ് ഓഫ് മെഷീൻസ് ആണ് നമ്മുടെ ഏത് ഓൾട്ടർനേറ്ററുകൾ. ഓക്കെ, അതുപോലെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഹാവിങ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉണ്ട്. ഇതിന് നമ്മൾ ഈ ടൈപ്പ് മെഷീൻസിന് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉണ്ട്. സിമിലർലി വോൾട്ടേജ് സ്റ്റേബിലിറ്റി ഉണ്ട്. ഓക്കെ, അതുപോലെ പവർ ഫാക്ടറുകൾ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പവർ ഫാക്ടർ ക്യാൻ ബി കൺട്രോൾഡ്. സിമിലർലി ക്യൂ ക്യാൻ ബി കൺട്രോൾഡ്. ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്റ്റീവ് പവർ അല്ലേ, റിയാക്റ്റീവ് പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഹാവിങ് എ ഗുഡ് എഫിഷ്യൻസി. ഓക്കെ, അതിൻ്റെ എഫിഷ്യൻസി നല്ലതാണ്. സിമിലർലി ഇതിൻ്റെ പവർ ഫാക്ടർ വേരി ചെയ്യുന്നത് 0.8 മുതൽ 0.9 ലാഗിങ്ങിലാണ് നമ്മൾ പവർ ഫാക്ടറിൻ്റെ റേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒട്ടനവധി അഡ്വാൻറ്റേജുകളും അല്ലെങ്കിൽ കാരണങ്ങളും ഉണ്ട് നമ്മൾ ഈ മോട്ടറുകൾ എന്ത് ചെയ്യാൻ, യൂസ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബാലൻസ് ദ പവർ സിസ്റ്റം ആൻഡ് സ്റ്റെബിലിറ്റി ആണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ മെഷീൻസിലേക്ക് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൂടുതലായും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിങ്കണസ് മെഷീനിൽ തന്നെ നമ്മൾ പറഞ്ഞ 2 മെഷീനുകളുണ്ട്. അതൊക്കെ സിങ്കണസ് മെഷീനുകളും ഉണ്ട്, അതുപോലെ തന്നെ സിങ്കണസ് ജനറേറ്ററും ഉണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട് സിങ്കണസ് മോട്ടറും ഉണ്ട്. ശരിയല്ലേ? നമ്മൾ ഈ സിങ്കണസ് മോട്ടർ നമ്മൾ ഉപയോഗിക്കാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. അത് ഞാൻ ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്തേക്കാം. വൈ വി ആർ യൂസിങ് ദ സിങ്കണസ് മോട്ടേഴ്സ്. നമ്മൾ സിങ്കണസ് മോട്ടറുകളെ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കാം അതിൻ്റെ കാരണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. സിങ്കണസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾട്ടർനേറ്ററിൻ്റെ കുറച്ച് പോയിന്റ്സ് ആണ്. സിങ്കണസ് മോട്ടറുകളെ എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ക്ലാസിഫിക്കേഷൻ അല്ലേ, ക്ലാസിഫിക്കേഷൻ ഞാൻ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി നമുക്ക് കൂടെ എഴുതാം. അതായത് നമ്മളുടെ AC മോട്ടറുകളെ നമുക്ക് ആക്ച്വലി 2ആയി തിരിക്കാം അല്ലേ. മോട്ടറുകളാണ്, നേരത്തെ ജനറേറ്റർ ആയിരുന്നു പറഞ്ഞത്. ഏതൊക്കെ മോട്ടറുകൾ? നമ്മുടെ സിങ്കണസ് മോട്ടറുകളും അതുപോലെ തന്നെ അസിങ്കണസ് മോട്ടറുകളും. ശരിയല്ലേ? ഈ സിങ്കണസ് മോട്ടറിനെ തന്നെ സിങ്കണസ് മെഷീനുകൾ തന്നെ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെ? അതാണ് സാലിയൻ്റ് പോളും അതുപോലെ നോൺ സാലിയൻ്റ് പോളും. നമ്മൾ പറയും ഓൾട്ടർനേറ്റർ എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഈ സിങ്കണസ് മോട്ടറിൽ ഇതേ ചോദ്യം ചോദിക്കാം. വൈ ദിസ് മോട്ടർ, എന്തുകൊണ്ടാണ് ഈ മോട്ടർ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കൊരു ചോദ്യം വരാം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് അതായത് ഈ മോട്ടറുകൾ ദിസ് ഈസ് മെയിൻലി സ്യൂട്ടബിൾ ഫോർ ലാർജ് പവർ അപ്ലിക്കേഷൻസ്. ഓക്കെ, ലാർജ് പവർ അപ്ലിക്കേഷൻസിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സിമിലർലി ദേ ആർ സ്യൂട്ടബിൾ ഫോർ ലോ സ്പീഡ് അപ്ലിക്കേഷൻസ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ലാർജ് പവർ ലോ സ്പീഡ് അപ്ലിക്കേഷൻസിലാണ് നമ്മളിത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ചൊരു അഡ്വാൻറ്റേജുകൾ എന്ന് പറഞ്ഞില്ലെങ്കിൽ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് അല്ലെങ്കിൽ ഫോർ ദീസ് സിങ്കണസ് മോട്ടേഴ്സ് ആർ ചീപ്പറാണ്. ഓക്കെ, അതുപോലെ സൈസ് വളരെ കുറവാണ്, സ്മോളർ ഇൻ സൈസ്. ഓക്കെ, നമ്മളിത് ഇൻഡക്ഷൻ മോട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് പറയുന്നത്. ഇൻഡക്ഷൻ മോട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചീപ്പറാണ്, അതുപോലെ തന്നെ സൈസും എന്താണ് കുറവാണ്. ഓക്കെ, അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 100 kW മെഷീനുകൾ എടുത്തു. ഓക്കെ, 100 kW 2 മെഷീനുകൾ എടുത്തു. ഒന്ന് 300 RPM-ലും റൺ ചെയ്യേണ്ടതാണ്, അടുത്തത് ഒരു 1000 RPM-ൽ റൺ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ 300 RPM-ൽ റൺ ചെയ്യേണ്ട സാധനം ഏത് മെഷീനാണ്, ഏത് മോട്ടറാണ് പ്രിഫർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി പ്രിഫറിങ് സിങ്കണസ് മോട്ടർ. ഇനി അതിൽ 1000 RPM സെയിം KW ആണ്, 1000 RPM ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഏത് മോട്ടർ പ്രിഫർ ചെയ്യണം? ഇൻഡക്ഷൻ മോട്ടർ ഷുഡ് ബി പ്രിഫേർഡ്. ക്ലിയർ? അതാണ് ഞാൻ പറഞ്ഞ ലോ സ്പീഡ് അപ്ലിക്കേഷനും കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ലാർജ് പവർ റേറ്റിങ്ങിൻ്റെ അപ്ലിക്കേഷൻ ആയാലും ലാർജ് പവർ റേറ്റിംഗ് ലോ സ്പീഡ് അപ്ലിക്കേഷൻ ആണെങ്കിൽ എപ്പോഴും ഏത് മോട്ടറാണ് വരിക? സിങ്കണസ് മോട്ടറാണ് വരിക. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സിമിലർലി പറയുകയാണെങ്കിൽ ഗുഡ് സ്റ്റെബിലിറ്റി ഉണ്ട്. ഓബ്വിയസ്ലി സ്റ്റെബിലിറ്റി കൂടുതലാണ്. നമ്മൾ ഈ ഓൾട്ടർനേറ്റർ ആയാലും സിങ്കണസ് മോട്ടർ ആയാലും ഒന്നും
കൺസ്ട്രക്ഷണൽ ഡിഫറൻസുകളൊന്നുമില്ല, കൺസ്ട്രക്ഷണൽ ഡിഫറൻസ് ഇല്ല. ഓക്കെ, അതായത് കൺസ്ട്രക്ഷണലി എന്താണ്, സെയിം ആണ്, രണ്ടും ഒരേ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ രണ്ടിനും വേറെ വേറെ കൺസ്ട്രക്ഷൻ നമുക്ക് പഠിക്കാനില്ല, എല്ലാത്തിനും കൂടി ഒരു കൺസ്ട്രക്ഷനാണ്. അതുകൊണ്ടാണ് സാലന്റ് പോൾ നോൺ സാലന്റ് ഒക്കെ ഇതിലും വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സാലന്റ് പോൾ നോൺ സാലന്റ് പോളൊക്കെ നമ്മൾ ഏതിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ സിംഗ്രണസ് മെഷീൻ്റെ റോട്ടറിൻ്റെ ടൈപ്പിനനുസരിച്ചാണ് കേട്ടോ. അങ്ങനെ സ്റ്റേറ്റർ അല്ലേ, റോട്ടറിൻ്റെ ടൈപ്പിന്, റോട്ടർ കൺസ്ട്രക്ഷൻ്റെ ടൈപ്പിനനുസരിച്ചിട്ടാണ് അത് വരുന്നത്. ഓക്കെ, അപ്പം ഇനി അത് ഏതൊക്കെ സ്പീഡിലുള്ള കാര്യങ്ങൾ ഏതൊക്കെ ആപ്ലിക്കബിൾ ആണോ എന്നൊക്കെ പറയാം. ഓക്കെ, സിമിലർലി നമ്മളെ സിംഗ്രണസ് മെഷീൻ്റെ ഒരു സിംഗ്രണസ് മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ സ്പീഡുകൾ സെയിം ആണ്, അതായത് NS-ഉം NR-ഉം എന്താണ്, സെയിം ആണ്. അങ്ങനെ NS-ഉം NR-ഉം സെയിം ആവുമെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ അതിൻ്റെ സ്ലിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? അതായത് സ്ലിപ്പ് ഉണ്ടോ അല്ലെ സ്ലിപ്പ് ഇല്ലാത്ത കാര്യമാണോ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? എന്താ പറയാം, അതായത് ഇവിടെ രണ്ട് സ്പീഡും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്ലിപ്പ് എന്തായിരിക്കും ഇവിടെ, സ്ലിപ്പ് വിൽ ബി 0 ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് 0 സ്ലിപ്പ് മോട്ടോഴ്സ്. ഓക്കെ, എന്നിങ്ങനെയാണ് 0 സ്ലിപ്പ് വരുന്നത്. നമുക്ക് സ്ലിപ്പിൻ്റെ ഇക്വേഷൻ അറിയാം, എന്താണ്, NS മൈനസ് NR ബൈ NS ആണ്, ശരിയല്ലേ? അപ്പോൾ NS-ഉം NR-ഉം ഈക്വലാന്ന് പറഞ്ഞാൽ മുകളിലത്തെ ടേം 0 ആവും, അപ്പോൾ സ്ലിപ്പ് എന്താവും, 0 ആവും, ശരിയല്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീഡ് റെഗുലേഷൻ, സ്ലിപ്പ് 0 ആണ്, അതുപോലെ തന്നെ സ്പീഡ് റെഗുലേഷനും എന്താണ്, 0 ആണ്. ഓക്കെ, ആ ഒരു വ്യത്യാസമാണ് നമുക്ക് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത്. ഒരു വ്യത്യാസം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത് ഹാപ്പൻ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ ഒരു വ്യത്യാസം കൂടി നോട്ട് ചെയ്യുക. അതായത് നമ്മുടെ മെഷീൻ, സിംഗ്രണസ് മെഷീൻ എന്ന് പറയുന്നത് എങ്ങനത്തെ എക്സൈറ്റഡ് മെഷീനാണെന്ന് ചോദിക്കാം. ഇത് പല സ്ഥലത്തും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, എങ്ങനത്തെ എക്സൈറ്റഡ്. അതായത് ജനറലി ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഡബിളി എക്സൈറ്റഡ് മെഷീൻ. ഇതിനെ എന്ത് വിളിക്കും, ഒരു ഡബിളി എക്സൈറ്റഡ് മെഷീൻ എന്നാണ് വിളിക്കുക. അതെന്തുകൊണ്ടാണ് ഡബിളി എക്സൈറ്റഡ് മെഷീൻ എന്ന് വിളിക്കുന്നത്? അതായത് ഇതിൻ്റെ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നേരത്തെ മറിച്ച് നമ്മുടെ, അതായത് നമ്മൾ ഇത് ഡബിളി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ ആർമേച്ചർ, ഓക്കെ, ആർമേച്ചർ ഈസ് എക്സൈറ്റഡ് വിത്ത്, നമ്മളിവിടെ ആർമേച്ചറിനെ എക്സൈറ്റഡ് ചെയ്യുന്ന AC-യും അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇവിടുത്തെ ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യുന്നത് DC-യുമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഡബിൾ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞത്. അതായത് ഒരു AC എക്സൈറ്റേഷൻ വരുന്നുണ്ട് സ്റ്റേറ്ററിൽ അല്ലെങ്കിൽ ആർമേച്ചറിൽ, DC എക്സൈറ്റേഷൻ വരുന്നുണ്ട് ഇവിടെ ഫീൽഡിൽ. അതുകൊണ്ടാണ് ഡബിളി എക്സൈറ്റഡ് മെഷീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വേറാസ് നമ്മുടെ ഇൻഡക്ഷൻ മെഷീൻ എങ്ങനെയാണ് വിളിക്കുന്നത്? ഇൻഡക്ഷൻ മെഷീൻ എങ്ങനത്തെ എക്സൈറ്റഡ് ആയിരിക്കും? ഇൻഡക്ഷൻ മെഷീൻ എന്ന് പറയുന്നത് ഒരു സിംഗ്ലി എക്സൈറ്റഡ് മെഷീനാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അതിന് സിംഗ്ലി എക്സൈറ്റഡ് മെഷീൻ? നമ്മളിവിടെ സപ്ലൈ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? നമ്മൾ സ്റ്റേറ്ററിലേക്ക് മാത്രമേ സപ്ലൈ കൊടുക്കുന്നുള്ളൂ, ശരിയല്ലേ? റോട്ടറിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. റോട്ടർ എന്താ ചെയ്യുന്നത്, ഈ സ്റ്റേറ്ററിലുള്ള വരുന്ന ഫീൽഡ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ റോട്ടർ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യും, EMF ജനറേറ്റ് ചെയ്യും. അതാണ് എന്ത്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ലേ? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. അങ്ങനെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം നമ്മളെ റോട്ടർ എന്ത് ചെയ്യും, നമ്മുടെ ആ ഹോളിലേക്ക്, അല്ലെ, സ്റ്റേറ്ററിൻ്റെ ഹോളോ സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ബി പ്ലേസിങ് ദ റോട്ടറിനെ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് അവിടെ എക്സൈറ്റേഷൻ സംഭവിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, റോട്ടറും എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു, ശരിയല്ലേ? റോട്ടർ ഓൾസോ റൊട്ടേറ്റ്. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ വിത്ത് റെസ്പെക്ട് ടു അവർ ഇൻഡക്ഷൻ മെഷീൻ. വേർ ആസ് ഹിയർ അവിടെ ഒരു എക്സൈറ്റേഷൻ കൊടുത്താൽ മതി, അവിടെ സ്റ്റേറ്ററിൽ AC കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി RMF ഉണ്ടാവുന്നു, അതിനനുസരിച്ച് റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെ അങ്ങനെ പോരാ. ഓക്കെ, ഇവിടെ അങ്ങനെ പോരാ. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ആർമേച്ചറിലും എക്സൈറ്റേഷൻ കൊടുക്കണം, ഫീൽഡിലും എന്ത് ചെയ്യണം, എക്സൈറ്റേഷൻ കൊടുക്കണം. അതാണ് വ്യത്യാസം. ഓക്കെ, അങ്ങനെ ഒരു ഡബിളി എക്സൈറ്റഡ് മെഷീനാണ് നമ്മുടെ ഏത്, സിംഗ്രണസ് മെഷീനുകൾ. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അവർ സിംഗ്രണസ് മെഷീനുകൾ അല്ലെങ്കിൽ സിംഗ്രണസ് മോട്ടറുകൾ ആർ കോൾഡ് ആസ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ എന്നാണ് പറയുന്നത്, അല്ലേ? നമ്മളിവിടെ ഓൾറെഡി നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു കോൺസ്റ്റൻറ്റ് സ്പീഡ് മെഷീൻ ആണെങ്കിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്? നമ്മൾ
എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ അവിടെ ഇൻഡക്ഷൻ മെഷീൻ്റെ കേസ് എല്ലാം നമ്മൾ ഇൻഡക്ഷൻ മെഷീൻ കമ്പയർ ചെയ്തിട്ടായിട്ട് പറയാം, കാരണം എന്നാലും മാത്രമേ ഇത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇൻഡക്ഷൻ മെഷീൻ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എപ്പോഴും നമ്മൾ ഇൻഡക്ഷൻ മെഷീനിൽ NR അല്ലെങ്കിൽ സ്പീഡ് എന്തല്ല ഈക്വൽ ആവുന്നില്ല. കാരണം അവിടെ എന്ത് ഒക്കർ ചെയ്യുന്നില്ല, അവർ തമ്മിൽ ഒരു മാഗ്നറ്റിക് ലോക്കിംഗ് എന്ത് ചെയ്യുന്നില്ല, ഒക്കർ ചെയ്യുന്നില്ല. ശരിയല്ലേ? പക്ഷേ whereas in your synchronous മെഷീൻ എപ്പോഴും സിങ്ക്രണസ് സ്പീഡിൽ, അതായത് NS സിങ്ക്രണസ് സ്പീഡിൽ കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്റ്റേറ്റർ പോളുകൾ തമ്മിലും അതുപോലെ റോട്ടർ പോളുകൾ തമ്മിലും എന്ത് ഒക്കർ ചെയ്യുന്നുണ്ട്, ഇവർ തമ്മിലൊരു മാഗ്നറ്റിക് ലോക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഒക്കർ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാഗ്നറ്റിക് ലോക്കിംഗ് ഒക്കർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ രണ്ട് സ്പീഡുകളും എന്താവുന്നത്, ഈക്വൽ ആവുന്നത്. അങ്ങനെ ഈക്വൽ ആവുന്നത് കൊണ്ടാണ് നമ്മൾ ആ സ്പീഡ്, ആ മെഷീനുകളെ എന്ത് വിളിക്കുന്നത്, ഈ മെഷീനുകളെ എന്ത് വിളിക്കുന്നത്, കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയി? എങ്ങനെയാണ് മാഗ്നറ്റിക് ലോക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം, പക്ഷേ ഇതാണ് ഇതിൻ്റെ കാരണം. ഓക്കെ, മാഗ്നറ്റിക് ലോക്കിംഗ് ഒക്കർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ സ്പീഡ് രണ്ടും ഈക്വൽ ആവുന്നതും കോൺസ്റ്റൻറ്റ് സ്പീഡ് വരുന്നതും. അങ്ങനെ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ സ്ലിപ്പ് എന്ത് വരുന്നത്, 0 വരുന്നതും, അതുപോലെ സ്പീഡ് റെഗുലേഷൻ എന്ത് വരുന്നതും, ഇറ്റ് വിൽ ബി 0. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് കാര്യം. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്കൊരു അഡീഷണൽ ഒരു എക്സ്ട്രാ പോയിൻ്റ് നമുക്ക് പറയുവാണെങ്കിൽ, ഈ മോട്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, റൊട്ടേഷൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുക എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്, കാണാറില്ലേ? അപ്പം ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാ സപ്ലൈനെ കൊണ്ട് കളിക്കുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് പറയാം ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ ചേഞ്ചിങ് ദ സപ്ലൈ ഫേസ് സീക്വൻസ്. ഓക്കെ, സപ്ലൈ ഫേസ് സീക്വൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ സിങ്ക്രണസ് മോട്ടറിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെച്ച് നോക്കി, അതൊരു എക്സ്ട്രാ പോയിന്റ് പോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, നമ്മുടെ DC മെഷീനിലൊന്നും ഇതല്ല അവസ്ഥ. നമ്മുടെ ഫീൽഡോ ആർമേച്ചറോ ഒക്കെ പൊളാരിറ്റി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക, ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ കാര്യം. ഓക്കെ, സപ്ലൈ സീക്വൻസിൻ്റെ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ബേസിക്കിൽ നമ്മൾ അറിയേണ്ട പോയിന്റുകൾ. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ്സും കൂടെ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ്, നമ്മുടെ സിങ്ക്രണസ് മോട്ടറിൻ്റെ അപ്ലിക്കേഷൻസ് പറയുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലാർജ് പവറാണ്, അതുപോലെ തന്നെ ലോ ഹെഡ്, അതും കൂടി ഓർത്ത് വെച്ചേ കേട്ടോ. ലാർജ് പവർ, ലോ ഹെഡ് പമ്പുകളിൽ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. സിമിലർലി നമ്മളെ സ്റ്റീൽ മില്ലുകൾ, അതുപോലെ തന്നെ റോളിംഗ് മില്ലുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, കംപ്രസേഴ്സിൽ യൂസ് ചെയ്യുന്നു. സിമിലർലി ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാൻ, അതാണ് ID ഫാൻ എന്ന് പറയുന്നത് കേട്ടോ, ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാൻ. പിന്നെ ക്രഷേഴ്സ് ആൻഡ് ബ്ലോവേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. സിങ്ക്രണസ് കണ്ടൻസറുകളിലും നമ്മുടെ ഇത് യൂസ് ചെയ്യും. ഈ സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനം കേട്ടോ, സിങ്ക്രണസ് കണ്ടൻസർ. ഇതിൻ്റെ കുറേ ആപ്ലിക്കേഷൻ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്ററിൻ്റെ ബാങ്കിനല്ലേ പറയുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ബാങ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പവർ ഫാക്ടറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ പവർ ഫാക്ടർ നമുക്ക് കൺട്രോൾ ചെയ്തുകൂടെ? ശരിയല്ലേ? നമ്മുടെ ലാഗിങ്ങിലുള്ള സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ലീഡിങ്ങിലേക്ക് പോകാം അല്ലേ? അത് എക്സൈറ്റേഷനൊക്കെ ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടറിനെയാണ് നമ്മൾ സിങ്ക്രണസ് കണ്ടൻസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടർ നമ്മൾ എന്ത് ചെയ്യുക, സിങ്ക്രണസ് കണ്ടൻസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, നമ്മൾ ജസ്റ്റ് പറയുമ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, പിന്നെ ഉള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇതൊക്കെ പഠിച്ചിട്ടില്ല, അതായത് നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ലൈക്ക് നമ്മളൊരു സ്പീഡിൻ്റെ കൺട്രോൾ പഠിച്ചല്ലേ, നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 2 തരത്തിൽ നമുക്ക് സ്പീഡിനെ കൺട്രോൾ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റേറ്റഡ് സ്പീഡെങ്കിൽ ഈ സെക്ഷനെ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് ബിലോ റേറ്റഡ് സ്പീഡും, അതുപോലെ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എബോവ് റേറ്റഡ് സ്പീഡ്. ശരിയല്ലേ? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 2 ഫിഗറുകൾ ഇങ്ങനെ വരക്കുവാണെങ്കിൽ, ഓക്കെ,
2 ഫിഗർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ വി ഹാവ് ഓൾറെഡി ടോൾ ഇത് പവറും ടോർക്കും പറയുവാണെങ്കിൽ ഈ ഒരു ഏരിയ ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നതാണ് കോൺസ്റ്റൻറ്റ് ടോർക്ക് ഏരിയ, ശരിയല്ല. അതുപോലെ ഈ ബ്ലൂവിൽ ഇവിടെ ഉള്ളതാണ് കോൺസ്റ്റൻറ്റ് പവർ ഏരിയ എന്നുള്ള പോയിന്റ് ഓർക്കുക. അതായത് ഈ ഗ്രാഫ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ടി എന്താവും വേരിയബിൾ ആവും. അതുപോലെ ഇവിടെ സ്ട്രെയിറ്റ് ലൈനിൽ പറയുമ്പോൾ പവറാണ് എന്ത് ചെയ്യുന്നത് വേരിയബിൾ ആവുന്നത്. ഓക്കെ, അപ്പം ഈ കൺട്രോളിൽ തന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആർമേച്ചർ കൺട്രോൾ. നമ്മൾ ഡി സിയിൽ പറയുന്നതാണ്, പക്ഷേ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയാണ് എന്ത് വരിക ഫീൽഡ് കൺട്രോൾ എന്ന് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ സിമിലർലി നമുക്ക് ഇവിടെ ഒരു കൺട്രോളും കൂടി പറയാം, V/F കൺട്രോൾ എന്ന് ഇവിടെയും പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതിനെ എന്ത് കൺട്രോൾ എന്ന് പറയാറുണ്ട്, ഫ്ലക്സ് കൺട്രോൾ എന്നും പറയാറുണ്ട്. ഓക്കെ, ഫ്ലക്സ് കൺട്രോൾ ഫീൽഡ് കൺട്രോൾ, ഇവിടെ V/F കൺട്രോൾ എന്നുള്ള പെയിൻറ്റും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക ആർമേച്ചർ കൺട്രോളിൻ്റെ കൂടെ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് വരെ ഇങ്ങനെയാണ്, അതായത് വാട്ടിക്കോൾ നമ്മൾ റേറ്റഡ് സ്പീഡിൻ്റെ ബിലോ റേറ്റഡ് സ്പീഡ് ആകുമ്പോൾ നിങ്ങളുടെ എന്താണ് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ ചോദിച്ചാണ് വരിക. ഓക്കെ, അപ്പോൾ ബിലോ റേറ്റഡ് സ്പീഡിൽ ടോർക്ക് കോൺസ്റ്റൻ്റ് ആണെന്നുള്ള പോയിൻ്റാണ് ഓർക്കേണ്ടത് കേട്ടോ. ടോർക്ക് കോൺസ്റ്റൻ്റ് ആണ് ബിലോ. അതുപോലെ തന്നെ ഇവിടുത്തെ കൺട്രോൾ എന്താ ആർമേച്ചർ കൺട്രോളാണ്, V/F കൺട്രോളാണ്. അതുപോലെ എബോവ് റേറ്റഡ് സ്പീഡിൽ എന്ത് കോൺസ്റ്റൻ്റ് ആണെന്ന് ചോദിക്കും, പവർ കോൺസ്റ്റൻ്റ് ആണ്. സിമിലർലി ഫ്ലക്സ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഫീൽഡ് കൺട്രോളാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള പോയിന്റും കൂടി നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇത് ചോദിക്കാറ് കൂടുതലായിട്ടും. അപ്പോൾ അതാണ് നമുക്ക് അവിടെ നോട്ട് ചെയ്യാനുള്ള പോയിന്റ്. വേണമെങ്കിൽ ചോദിക്കാം ഫീൽഡ് കൺട്രോൾ ഏത് സ്പീഡിന് ഉപയോഗിക്കുന്നതാണ്, അപ്പോൾ പറയാം എബോവ് റേറ്റഡ് സ്പീഡ്. ആർമേച്ചർ കൺട്രോൾ അല്ലെങ്കിൽ V/F കൺട്രോൾ ഏത് സ്പീഡിനാണെന്ന് ചോദിച്ചാൽ ബിലോ റേറ്റഡ് സ്പീഡ് എന്നുള്ള പോയിന്റും കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അത് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ടൊന്ന് പിക്ക് ചെയ്ത് വന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ഓർത്തല്ലോ. ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ. ഓക്കെ, ഈ മോട്ടറിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അഡ്വാൻറ്റേജുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യലാണ്. എന്താ വെച്ചാൽ ഫോർ ലാർജ് പവർ യൂസേജ് ആണ് അല്ല, ലാർജ് പവർ, അതുപോലെ ലോ സ്പീഡ് അപ്ലിക്കേഷൻസിലാണ്. പിന്നെ സിംഗ്രണസ് മോട്ടർ എന്നാണ് വളരെ ചീപ്പറാണ്, അതുപോലെ സ്മോളർ ഇൻ സൈസാണ് അല്ലേ, സൈസ് കുറവാണ്. പിന്നെ കോൺസ്റ്റൻറ്റ് സ്പീഡ് അപ്ലിക്കേഷൻസ് ആണ് എന്ന് പറഞ്ഞു. നമ്മൾ സ്ലിപ്പ് 0, റെഗുലേഷൻ 0 എന്നുള്ള പോയിൻ്റൊക്കെ ഓർത്തു അല്ലേ. പിന്നെ പവർ ഫാക്ടർ എന്താണ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ലാഗിങ് ഉള്ള സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യാം ലീഡിങ്ങിലേക്കൊക്കെ കൊണ്ടുപോകാം. അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ആ അഡ്വാൻറ്റേജ് ലീഡിങ്ങിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സാധനമാണ് നമ്മുടെ സിംഗ്രണസ് കണ്ടൻസറുകൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിംഗ്രണസ് കണ്ടൻസറുകളൊക്കെ അതിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അതുപോലെ എഫിഷ്യൻസി എന്താണ് വളരെ കൂടുതലാണ്. ഓക്കെ, എഫിഷ്യൻസി ഹൈ എഫിഷ്യൻറ്റ് മെഷീനും ആണ് ഇത് നമ്മുടെ സിംഗ്രണസ് മോട്ടറുകൾ. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ് നോട്ട് ചെയ്യുക അഡ്വാൻറ്റേജസ് ആയിട്ട്. ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മളുടെ കാതലായ പോയിന്റ്. ഈ ഡിസഡ്വാൻറ്റേജ് വെച്ചിട്ടാണ് നമ്മളിനി കൂടുതൽ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ, നമ്മൾ ഇൻഡക്ഷൻ മോട്ടർ പറഞ്ഞിട്ടുണ്ട്. ഇൻഡക്ഷൻ മോട്ടർ എങ്ങനത്തെ മോട്ടറാണ്? ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടറാണ്, ശരിയല്ലേ? ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് എന്ത് സ്റ്റാർട്ടിംഗ് ആണ്? സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. വേറാസ് നിങ്ങളുടെ സിംഗ്രണസ് മോട്ടർ എന്ന് പറയുന്നത് ഇത് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. ഇവിടെ നമുക്ക് സെൽഫായിട്ട് നമ്മളുടെ RMF വെച്ചൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൽ RMF ഡെവലപ്പ് ചെയ്യുന്നു, സ്റ്റേറ്ററിൽ സപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്. അങ്ങനെ RMF ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റേറ്റർ എന്താവുന്നു? എനർജൈസ് ആവുന്നു. സ്റ്റേറ്റർ എനർജൈസ് ചെയ്താൽ എന്ത് ചെയ്യുക? ഇവിടെ സ്റ്റേറ്റർ ആയിരുന്നു അല്ലേ, ഇവിടെ ഒരു ഹോളോ സ്പേസ് ഉണ്ടാവും. ആ ഹോളോ സ്പേസിലേക്ക് നമ്മൾ റോട്ടർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ RMF കാരണം ഈ റോട്ടർ എന്താവുന്നു? എനർജൈസ് ആവുന്നു. അങ്ങനെ റോട്ടർ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. ഓർക്കുന്നില്ലേ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന പഠിച്ചത്? അങ്ങനെ ഒരൊറ്റ എക്സൈറ്റേഷൻ അല്ലെങ്കിൽ സിംഗിൾ എക്സൈറ്റേഷൻ കാരണം നമ്മുടെ റോട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ പരിപാടി ഒന്നും നമുക്ക് എവിടെ പറ്റില്ല? നമ്മുടെ സിംഗ്രണസ് മെഷീനുകളിൽ അല്ലെങ്കിൽ സിംഗ്രണസ് മോട്ടറിൽ പറ്റില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. അതായത് നമുക്ക് ഒരു സ്ഥലത്തേക്ക് സപ്ലൈ കൊടുത്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സിംഗ്രണസ് മോട്ടറുകളെ എന്ത് എക്സൈറ്റേഷൻ വിളിക്കുന്നത്? ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഡബ്ലി എക്സൈറ്റഡ് എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു? നമ്മൾ സ്റ്റേറ്ററിലേക്ക് നമ്മൾ ഏത് സപ്ലൈ കൊടുക്കുന്നു? AC സപ്ലൈ കൊടുക്കുന്നു. അതുപോലെ റോട്ടറിലേക്ക് ഏത് സപ്ലൈ കൊടുക്കുന്നു? DC സപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ AC-യും DC-യും എക്സൈറ്റേഷൻ വരുന്നത് കൊണ്ട് അങ്ങനെ സ്റ്റേറ്റർ ഒരു സമയത്ത് ഓണാവും. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? റോട്ടർ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഉള്ള എക്സൈറ്റേഷൻ ആയതുകൊണ്ടാണ് ഡബ്ലി എക്സൈറ്റഡ് എന്നും
അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന മോട്ടറാണ് ഏത് മോട്ടർ? നമ്മളുടെ സിംഗ്രണസ് മോട്ടർ. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കാത്തത്? സെൽഫ് സ്റ്റാർട്ടിങ് എന്ന് വിളിക്കാത്തത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, എങ്ങനെയാണ് എക്സൈറ്റേഷനും കാര്യങ്ങളും നമ്മൾ പറയും. അപ്പോൾ മനസ്സിലാക്കുക, എന്തല്ല ഇത് സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടർ അല്ല നമ്മുടെ സിംഗ്രണസ് മോട്ടർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ പിന്നെ സ്റ്റാർട്ടിങ് ടോർക്ക് എന്താണ് ഇവിടെ അത്രയില്ല. കാരണം സ്റ്റാർട്ടിങ് ടോർക്കിനൊന്നും ആവശ്യമില്ല. പക്ഷേ റണ്ണിങ് ടോർക്ക് നല്ല റണ്ണിങ് ടോർക്കുള്ളൊരു മെഷീനാണ്. കാരണം നമ്മുടെ സ്റ്റാർട്ടിങ് ടോർക്ക് അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് റണ്ണിങ് ടോർക്ക് ഉണ്ടാകും. കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ പുഷ് നമ്മൾ വേറൊരു എക്സലേഷൻ വഴിയല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അത് പറയില്ല. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്തായിരുന്നു? ദേ മേ ഫോൾ ഔട്ട് ഓഫ് സിംഗ്രണസം. ഓക്കെ, സിംഗ്രണസത്തിൽ നിന്ന് തെറിച്ചു പോകും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഫോളിങ് ഔട്ട് ആൻഡ് സ്റ്റോപ്പ്. അങ്ങനെ സിംഗ്രണസത്തിൽ നിന്ന് ഫോൾ ചെയ്ത് സ്റ്റോപ്പ് ആവും. എപ്പോഴാണ് അങ്ങനെ സിംഗ്രണസത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക? ആ സിംഗ്രണസത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വെൻ യുവർ ടോർക്ക് എക്സീഡ്സ് ദ ബ്രേക്ക് ഡൗൺ ടോർക്ക് അല്ലെങ്കിൽ മാക്സിമം ടോർക്ക്. നിങ്ങളുടെ ബ്രേക്ക് ഡൗൺ ടോർക്ക് അല്ലെങ്കിൽ മാക്സിമം ടോർക്ക് നമ്മൾ കൊടുക്കുന്ന ടോർക്കിനെക്കാട്ടിയും എക്സീഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഫോളിങ് ഔട്ട് ഓഫ് സിംഗ്രണസം. സിംഗ്രണസത്തിൽ നിന്ന് പുറത്തേക്ക് പോവും. അത് എന്താണ്? അതും നമ്മുടെ സിംഗ്രണസ് മോട്ടറുകളുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്നുള്ള പോയിന്റും കൂടി നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ബേസിക്കായിട്ട് നമ്മുടെ ഒരു സിംഗ്രണസ് മെഷീനുകളിൽ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് ബേസിക് ഐഡിയോളജികളാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കുറച്ച് ബേസിക് സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വർക്കിംഗ് ഒക്കെ പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം വർക്കിംഗ് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വർക്കിംഗ് പറയാൻ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി എന്താവും എളുപ്പമാവും. ഓക്കെ, അപ്പം ഈ പോയിന്റ്സ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക. നമ്മളിനി ഇതിൻ്റെ വർക്കിംഗ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. വർക്കിംഗ് നമുക്ക് എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വർക്കിംഗ് എന്ത് ചെയ്യാം ഇതിൻ്റെ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. സോ വി ക്യാൻ സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം കാണാം. ഓക്കെ ദെൻ ബൈ.